ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ആദ്യമേ തന്നെ താങ്ക് യു സോ മച്ച്. ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. ഞാൻ ആകെ ഒരു ടൈം പാസിന് വേണ്ടിയാണ് യൂട്യൂബൊക്കെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത്. വെളിയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റർബിങ് സൗണ്ട് വല്ലതും കേൾക്കുകയാണെങ്കിൽ ഐ എം റിയലി സോറി. ഞാൻ ഇതേപോലെ വീഡിയോസ് എടുത്തിട്ടും ഇല്ല, അതുമല്ലാതെ മൈക്കൊന്നും ഞാൻ ലൈഫിൽ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമേ തന്നെ താങ്ക് യു സോ മച്ച്. ഞാൻ പറയുന്ന പോലെ താങ്ക് യു സോ മച്ച്. 1000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കാണുമ്പോൾ അത് ഭയങ്കര വലുതാണ്. മേ ബി കാണുന്ന നിങ്ങൾ വിചാരിക്കാം പിന്നെ 1 മില്യണും 10 മില്യണും അടിച്ച ആൾക്കാരുണ്ട്, അപ്പോഴാണ് നിൻ്റെ 1000 എന്ന്. പക്ഷേ when you realize that 1000 people subscribe to this channel and 1000 people എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു നേട്ടമാണ് എനിക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ടു എവ്രി വൺ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഞാൻ ഒരിക്കലും ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആൻഡ് ദിസ് മോട്ടിവേറ്റഡ് മീ സോ മച്ച്. അപ്പോൾ ഞാൻ 1000 അടിച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ നമ്മൾ പറയില്ല, യൂട്യൂബിലെ കുറച്ച് മൈൽ സ്റ്റോൺസിൽ ഒരെണ്ണമാണ് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1000 ആണ് ഏറ്റവും വലുത്. ഇനി എത്രയെങ്കിലും ആയിക്കോട്ടെ, ഇനി 1000 ആണ് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ 999 ആയപ്പോൾ ഞാൻ ഞെട്ടി. 999 സബ്സ്ക്രൈബേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാത്തിരിപ്പിൻ്റെ മേളായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ദിവസം എടുത്ത് ആ ഒരു സബ്സ്ക്രൈബർ എനിക്ക് കൂടാനായിട്ട്. അത്രയും ദിവസം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വേണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഐഡിയ ഉണ്ടായില്ല. പക്ഷെ നൗ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാൻ ഭയങ്കര കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാളാണ്. ആൻഡ് ഞാൻ ഒരിക്കലും എൻ്റെ അപ്പിയറൻസ് ഞാൻ ശ്രദ്ധിക്കില്ല. ഞാൻ കോണ്ടന്റ് മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ജോബിനെ പറ്റിയാണ് ഇടുന്നതെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ദി ജോബ്. ഞാൻ എങ്ങനെയാണ് അപ്പിയർ ആയിരിക്കുന്നത്, ഞാൻ ഭംഗിയുണ്ടോ കാണാൻ, അങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ആൻഡ് സ്റ്റിൽ എൻ്റെ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ടെന്ന് ഞാൻ അനലിറ്റിക്സിൽ കാണുമ്പോൾ ഇറ്റ് മേക്സ് മീ ഫീൽ സോ ഹാപ്പി. അതുമല്ലാണ്ട് ഇപ്പോൾ എൻ്റെ പഴയ എനിക്ക് ഐ തിങ്ക് 2 months ബാക്ക് ഇട്ടൊരു വീഡിയോ ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. ജോബ് റിലേറ്റഡ് വീഡിയോ, അതായത് മലയാളീസിന് ബാംഗ്ലൂരിലുള്ള വേക്കൻസി ആയിരുന്നു ടോപ്പിക്. അതിപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ കമൻസ് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. ഇതാണ് അതിൻ്റെ കമൻസ്. ആ കമൻസിനുള്ള ഉത്തരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ താങ്ക് യു പറഞ്ഞത്. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിക്കലും കറണ്ട് പോയി. കറണ്ടിന് തന്നെ സഹിച്ചില്ല. ഞാൻ കൺസിസ്റ്റൻ്റ് ആകാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ അപ്പിയറൻസ് നോക്കുന്നില്ല, എൻ്റെ കോണ്ടന്റ് മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഓക്കെ, ഭയങ്കര ചൂടാണ് ബാംഗ്ലൂരിൽ. നിങ്ങൾ പറയും കേരളത്തിലാണ് ഭയങ്കര ചൂടെന്ന്, പക്ഷേ അല്ല, ബാംഗ്ലൂരിലാണ് ഭയങ്കര ചൂട്. അവിടെ ഉണ്ടായിരിക്കാം. കറണ്ട് വന്നു, മാതാവേ കറണ്ട് വന്നു. ഞാൻ ആ ഫാൻ ഓഫ് ചെയ്യട്ടെ. ഫാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കട്ടെ. ഓക്കെ ഗൈസ്, സെറ്റ്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വെളിച്ചം വന്നു. കറണ്ട് വന്നപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടു. ആൻഡ് ബാംഗ്ലൂർ ജോബ് വേക്കൻസീസ് ഫോർ മലയാളീസ് എന്ന് പറഞ്ഞ് ഞാനൊരു പഴയ വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. കണ്ടിട്ട് കുറേ ആൾക്കാർ, നജീബ്, പ്രണവ്, അനുരാജ്, സുഹേൽ, അഖിൽ, ഇങ്ങനത്തെ ആൾക്കാരെല്ലാവരും കുറേ പേരുണ്ട് കേട്ടോ. വേറെ കുറേ നൗഷീർ, ഇങ്ങനെ കുറേ ആൾക്കാർ, UDDDH എന്ന് പറഞ്ഞ ആൾക്കാർ, ഇങ്ങനെ കുറേ പേര് എനിക്കറിയില്ല, റിക്കൂസ് വ്ളോഗ്, കേരള ടീംസ്, ഈ കുറേ കമൻസ് ഉണ്ട്. അപ്പോൾ ഇതിലെ കമൻറ്റ് അഡ്രസ്സ് എന്താണ്, മാം ക്യാൻ ഐ ഗെറ്റ് യുവർ ഇൻസ്റ്റ ID? മാഡം നിങ്ങളെ കോണ്ടാക്ട് നമ്പർ കിട്ടിയില്ല. മാഡം നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കിട്ടിയില്ല. ഞാൻ കർണാടകയാണ് വായിച്ചത്. കോണ്ടാക്ട് നമ്പർ കിട്ടിയില്ല. ഹൗ ടു അപ്ലൈ? മാം ജോബ് ഷുവർ ആയിട്ട് കിട്ടുമോ? മാം ടീച്ചിങ് ജോബ്സ് ഉണ്ടോ? വേക്കൻസി ഉണ്ടോ? മാം ഇൻസ്റ്റ ID പറയാവോ? പിന്നെ ഈ വീഡിയോ അല്ലാണ്ട് വേറെ കുറേ ഷോർട്സിൽ ഞാൻ കണ്ടായിരുന്നു, മാം നഴ്സിംഗ് ജോബ്സ് ഉണ്ടോ, പിന്നെ മാനുഫാക്ചറിങ് സെക്ടേഴ്സിലുണ്ടോ, സെയിൽസിലുണ്ടോ, പിന്നെ എന്തോ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഏതായാലും ചെയ്യണം. പിന്നെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഞാൻ ഇതൊന്ന് കയറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം. നമ്മുടെ ഈ ചാനൽ കാണുന്നത് എനിക്ക് തോന്നുന്നു 50-50 ആണ്. 50% ബാംഗ്ലൂരിയൻസ് ആണ് കാണുന്നത്, 50% മലയാളീസ് ആണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചില വീഡിയോസ്, ഇപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് മലയാളമാണ്, ചിലപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, കാരണം ഞാൻ 2 ആൾക്കാരെയും ബാലൻസ് ചെയ്യണം. 2 കൂട്ടുകാർക്ക് ഞാൻ ഇൻഫർമേഷൻ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മുടി എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ. ഈ ബാംഗ്ലൂരിലെ ജോബ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഇവിടെ ബാംഗ്ലൂരിൽ, ഞാൻ ജനിച്ചത് നാട്ടിലും വളർന്നത് മുഴുവനും ബാംഗ്ലൂരാണ്. അതായത് എൻ്റെ 24 വയസ്സും ഞാൻ ഇവിടെയാണ്. അപ്പോൾ നാട്ടിലെനിക്കെല്ലാം അറിയാം,
പക്ഷേ 100% എനിക്ക് അറിയാവുന്നത് ബാംഗ്ലൂരാണ്. അതായത് ഞാൻ 5 ലാംഗ്വേജസ് സംസാരിക്കും, പഠിച്ചതും ഇത്രയും ലാംഗ്വേജസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബാംഗ്ലൂർ നോളജാണ് എനിക്കധികം. ഓക്കെ, അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെ ഒരു കൺസൾട്ടൻസി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. കുറേ കൺസൾട്ടൻസീസ് ഉണ്ട്, പക്ഷേ ഞാൻ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്, വീഡിയോസ് ചെയ്യുന്നത് ഒരു കൺസൾട്ടൻസിക്ക് വേണ്ടിയാണ്. ദാറ്റ് ഈസ് ബാംഗ്ലൂർ ജോബ് ഹബ്. ഓക്കെ, ഈ ബാംഗ്ലൂർ ജോബ് ഹബിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഇംഗ്ലീഷിലിടുന്നതായിരിക്കും. കാരണം ഇവിടുത്തെ ആൾക്കാർക്കും ലാംഗ്വേജ് മനസ്സിലാകണം. ഓക്കെ, അപ്പോൾ ബാംഗ്ലൂർ ജോബ് ഹബ് എന്താണ്, ഇത്രയും കമൻസിനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ, ബാംഗ്ലൂർ ജോബ് ഹബ് ഇവിടുത്തെ ഒരു കൺസൾട്ടൻസി ആണ്. ഓക്കെ, ജയനഗറിലെ ഒരു കൺസൾട്ടൻസി ആണ്. ഈ കൺസൾട്ടൻസി നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങില്ല. വാങ്ങാതെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വെച്ച്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് എന്ത് ജോലിയാണോ പറ്റുന്നത് ആ ജോലിയിലേക്ക് നിങ്ങളെ കയറ്റിവിടും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങില്ല. ഇതാണ് നമ്മുടെ പോളിസി. കാരണം വി ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫ്രം അതർ പാർട്ടി. നിങ്ങൾ പറഞ്ഞയക്കുന്ന സ്ഥലത്ത് നിന്നായിരിക്കും നമുക്ക് നമ്മുടെ പേ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, ഇതാണ് സംഭവം. ഇവിടെ മിക്ക കൺസൾട്ടൻസീസ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചെന്നിരിക്കും. പക്ഷേ ബാംഗ്ലൂർ ജോബ് ഹബിൽ നിന്ന് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ഫീസ് വാങ്ങുന്നില്ല, ഒന്നുമില്ല. നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും വേണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കണം. നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ജോലി വേണമെങ്കിൽ, ഇപ്പോൾ റെഫറലിലാണ് കയറി, ഇപ്പോൾ നിങ്ങളുടെ ചേച്ചിയോ അനിയത്തിയോ നേഴ്സാണ്, അപ്പോൾ അവൾ എന്നെ റെഫർ ചെയ്യും, എനിക്ക് നേഴ്സാകാം, അങ്ങനെ പറയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കയറാം. പക്ഷേ നിങ്ങൾ ഇവിടെ ഒരു IT യോ സെയിൽസോ മാനുഫാക്ചറിങ്ങോ ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ഇസ് മാൻഡേറ്ററി. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കൺസൾട്ടൻസിയിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റേഷനും ആരും ഒന്നും ചോദിക്കില്ല. നിങ്ങളുടെ മാർക്സ് കാർഡ് കൂടി നമ്മൾ ചോദിക്കില്ല. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ 100% ജോബാണ്. ഓക്കെ, പിന്നെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി മരിയസ്റ്റീന്ന് തന്നെ തപ്പി കിട്ടും. ആദ്യം മല്ലുവിൻ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു, ആദ്യം വേറെന്തോ പേരായിരുന്നു, പിന്നെ ഞാനത് മാറ്റി. പിന്നെ മാറ്റുമ്പോഴൊക്കെ എനിക്ക് ചിന്തയില്ലല്ലോ, നമ്മളിങ്ങനെ 1000 അടിക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം പേരിലോട്ടാക്കി, മരിയസ്റ്റീനെ ആക്കി. ഇനി കുറേ പേരിങ്ങനെ മാറ്റണ്ട. ഇൻ കേസ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മാറുകയാണ്, തമിഴ്നാട്ടിൽ മല്ലുവിൻ തമിഴ്നാട്ടിൽ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ മരിയസ്റ്റീന തന്നെ കിടക്കട്ടെ. എൻ്റെ ID മരിയസ്റ്റീന തന്നെയാണ്. പിന്നെ അവിടെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എനിക്ക് DM റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. കുറേ മെസ്സേജ് വരുന്നുണ്ട്, കുറേ ഉണ്ട്. ഫുൾ ടൈം ഫോണിൽ കിടക്കാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെ എന്താണ്, ടീച്ചർ ജോബ്, ഇവിടെ ടീച്ചർ ജോബ്സ് കിട്ടും. B.Ed വേണം. നല്ല വലിയ സ്കൂളിൽ കിട്ടണമെങ്കിൽ B.Ed വേണം. ഡിഗ്രി മാത്രമാണുള്ളെങ്കിൽ ഇവിടെ ഏതെങ്കിലും ചെറിയ സ്കൂളിലൊക്കെ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഇതിനും ഇംഗ്ലീഷ് മാൻഡേറ്ററി ആണ്. നിങ്ങൾ ഡെമോ കൊടുക്കാനും ഇൻ്റർവ്യൂ കൊടുക്കാനും ഇംഗ്ലീഷ് വേണം. പക്ഷേ ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ റെഫറൽ, നിങ്ങളുടെ ആരെങ്കിലും വഴി നിങ്ങൾ ഇവിടെ റെഫറലാണ് പോകണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അല്ലായിരിക്കാം. ഓക്കെ, ഇപ്പം എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കുറേ വേക്കൻസീസ് അറിയാം. പക്ഷേ ഇംഗ്ലീഷ് മിക്ക സ്ഥലത്തും നമുക്കിപ്പോൾ ഇംഗ്ലീഷ് വേണം. ഇവിടെ ഇംഗ്ലീഷും വേണം, കമ്പ്യൂട്ടർ നോളജും വേണം. മുഴുവനും സ്മാർട്ട് ക്ലാസ്സാണ്. നമ്മളുള്ളപ്പോൾ കറുത്ത ബോർഡും ചോക്കൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല, വെളുത്ത ബോർഡും പേനയും, അടുത്ത സൈഡിൽ കമ്പ്യൂട്ടറൈസ് സിസ്റ്റമാണ് മുഴുവനും. അപ്പോൾ ബേസിക് കമ്പ്യൂട്ടർ നോളജും വേണം, നല്ല ഇംഗ്ലീഷും വേണം. അങ്ങനെയാണ് ഇവിടെ ടീച്ചിങ്. പിന്നെ നഴ്സിംഗ് എനിക്ക് തോന്നുന്നു എന്താ പറയുക, നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കുന്നതാണ് നല്ലത്. നാട്ടിലിരുന്ന് തപ്പി നമുക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്ന് വോക്കിൻ ചെയ്യണം. ഹോസ്പിറ്റൽസിൽ വോക്കിൻ ചെയ്താൽ ഉടനെ കിട്ടുന്ന ഒരു ജോബാണ് നഴ്സിംഗ്. ഓക്കെ, പിന്നെ സെയിൽസ്, മാനുഫാക്ചർ ഇങ്ങനത്തെയൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ കിട്ടായില്ല. നിങ്ങൾ നേരിട്ട് വരണം, അത്രേ ഉള്ളൂ. പിന്നെന്തല്ല വിശേഷം. പിന്നെ IT ജോബ്സ്, ഇപ്പോൾ കോൾ സെൻറ്റർ ജോബ്സ് ആണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ ബാംഗ്ലൂരിൽ വന്ന് പെട്ടെന്ന് എനിക്ക് താമസിക്കണം, എങ്ങനെയെങ്കിലും ഇച്ചിരി ഒരു 15,000 രൂപ ശമ്പളമാണ്, ഇതൊക്കെ ഓക്കെയാണ്, ഇവിടെ കിട്ടും. നമുക്ക് കോൾ സെൻറ്റർ ജോബ്സൊക്കെ സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ ജോബ് ഹബിലോട്ട് കയറാം. ഇൻ കേസ് നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനി കിട്ടില്ലെങ്കിൽ ബാംഗ്ലൂർ ജോബ് ഹബിലോട്ട് കയറാം. ലാംഗ്വേജ് അറിയാവുന്നുണ്ടെങ്കിൽ അവർ 100% നിങ്ങളെ എങ്ങനെയെങ്കിലും ജോലിക്ക് കയറ്റും, നിങ്ങളുടെ 1 രൂപ പോലും വാങ്ങാണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇത്രയും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഷെയർ ചെയ്തേക്കുക. ഇനി ഞാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി തുടങ്ങി ഞാൻ കുറച്ച് കൺസിസ്റ്റൻ്റ് ആകാൻ
ശ്രമിക്കാം. ഞാൻ പ്രോമിസസ് തരുന്നില്ല, കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ കഷ്ടിച്ചാണ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തത്. എൻ്റെ പഴയ ഷോർട്സൊക്കെ കാണുമ്പോൾ ഒക്ടോബറിൽ, സെപ്റ്റംബർ, ലാസ്റ്റ് സെപ്റ്റംബർ, ഒക്ടോബറിൽ എടുത്ത ഷോർട്സൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നത്, ഈ ഞാനായിരുന്നു എന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അങ്ങനത്തെ ഷോർട്സിനും ഇങ്ങനെ ഒരിക്കലും ഒരു അപ്പിയറൻസ് ശ്രദ്ധിക്കാത്ത ഒരാൾ, ഇങ്ങനെ കോണ്ടന്റ് മാത്രം ശ്രദ്ധിച്ചിടുന്ന ഒരാൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നെങ്കിൽ വളരെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി തുടങ്ങി ഞാൻ എൻ്റെ ലൈഫും ജോബ്സും ഇതൊക്കെ ഇട്ട് തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ ഞാൻ എൻ്റെ അപ്പിയറൻസ് ശ്രദ്ധിക്കത്തില്ല. ഞാൻ വീട്ടിൽ എങ്ങനെയാണ് നിൽക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും. പെട്ടെന്നായിരിക്കും നമുക്കൊരു റിക്വയർമെൻറ്റ് വരുന്നത്. ഓക്കെ, മലയാളീസിനുള്ള റിക്വയർമെൻറ്റ് ഉണ്ട് എയർടെൽ കമ്പനിയിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഉടനെ എടുത്തിടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ അപ്പിയറൻസ് ഞാൻ ശ്രദ്ധിക്കില്ല ഗൈസ്. ഞാൻ ഇപ്പോഴേ പറയണം, വീട്ടിൽ നിൽക്കുന്ന കൊലത്തി മാത്രം ഞാൻ എടുക്കത്തുള്ളൂ. വെളിയിൽ നിൽക്കുവാണെങ്കിൽ പെട്ടെന്നായിരിക്കും വെളിയിൽ നിന്ന് വീഡിയോ എടുത്തിടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ ജോബ് ഹബിൻ്റെ പേജ് ഫോളോ ചെയ്യാം. അവിടെ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആണ്. പിന്നെ യൂട്യൂബിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് ഷോർട്സ് ആയിട്ട്. കാണുന്ന ഏവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് വൺസ് അഗൈൻ 1000 സബ്സ്ക്രൈബേഴ്സിന്, എൻ്റെ 1010 ആയെന്ന് തോന്നുന്നു, 1010 or 12, ഈച്ച് ആൻഡ് എവ്രി വൺ, എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ തുടങ്ങി ഇപ്പോൾ നിൽക്കുന്ന സബ്സ്ക്രൈബർ വരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പിന്നെയും പറയണം, നിങ്ങൾക്കിത് ചെറുതായിരിക്കാം, പക്ഷേ എനിക്കിത് വളരെ വലുതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഇനി അടുത്തത് ജോബ് റിലേറ്റഡ് വീഡിയോ ആയിരിക്കും. ഞാൻ ഇപ്പം തന്നെ ഷൂട്ട് ചെയ്യണം, കാരണം ഞാൻ ഭയങ്കര ലേസിയാണ്. ഷൂട്ടിന് വേണ്ടിയായിട്ട് ഞാനങ്ങനെ ഇരിക്കാറില്ല. അപ്പോൾ ഇനി അങ്ങനെ ചെറിയ വീഡിയോസ് ഇട്ട് തുടങ്ങാം. പക്ഷേ മേജർലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജോബ്സ് ആയിരിക്കും. ജോബ്സും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് അങ്ങനെ ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും ബാംഗ്ലൂരിൽ വന്ന് താമസിക്കാനും ബാംഗ്ലൂരിലെ ലൈഫ് സ്റ്റൈലും എക്സ്പെൻസസും ജോബ്സും ഈ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഈ വീഡിയോ അങ്ങനെ തന്നെ അവർക്ക് വാട്സാപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്യാം. അവരോട് അങ്ങനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം, കാരണം ഇനി അപ്കമിങ് വീഡിയോസ് അതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. ടാറ്റാ.